വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസ്കാർക്ക് എഴുതുന്ന 2-ാം ലേഖനത്തിൻ്റെ സമാപനത്തിലെ വാക്കുകൾ അല്പനേരം നമ്മുടെ ധ്യാന വിഷയമാക്കാം. അപ്പോസ്തലൻ വിശ്വാസികൾക്ക് തൻ്റെ ആശംസകളെല്ലാം കൈമാറിയതിന് ശേഷം ആ ലേഖനം സമാപിപ്പിക്കുന്നത് 2 കൊരിന്ത്യസ് 12-ാം അധ്യായം 13-ാമത്തെ വാക്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളേവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റവും പരിചിതമായ ഒരാശംസയാണിത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ എല്ലാ ആരാധന ആഘോഷങ്ങളും ദിവ്യബലി മധ്യേ ലത്തീൻ റീത്തിൽ ഈ ആശംസയോടുകൂടെ ഈ ദിവ്യപൂജ ആരംഭിക്കുന്നു. പൗരസ്ത്യ റീത്തുകളിൽ, സിറോ മലങ്കര, സിറോ മലബാർ റീത്തുകളിൽ പലതവണ ദിവ്യബലി മധ്യേ നാം ആവർത്തിച്ച് കേൾക്കുന്ന ആശംസയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, അതാണ് സത്യം. നമ്മൾ ശിശുക്കളായിരിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുന്ന മതബോധനത്തിൽ ദൈവത്തിൻ്റെ ലക്ഷണങ്ങളിൽ 6 ഇട്ട് പറയുമ്പോൾ അതിലെ ആദ്യത്തെ ലക്ഷണം ദൈവം അശരീരി എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് രൂപമോ ഭാവമോ ദൈവത്തിന് ശരീരമോ ഇല്ല. ദൈവത്തിന് രൂപമോ ഭാവമോ ശരീരമോ ഇല്ല. അങ്ങനെ രൂപവും ഭാവവും ഇല്ലാത്ത ഒന്നിനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവം നഗ്ന നേത്രങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കാത്തത്. ഇതുവരെയും ആരും ഈ രഹസ്യത്തിലേക്ക് പ്രവേശിച്ചിട്ടുമില്ല, ഒരാളൊഴിയെ. യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ നാം കേൾക്കുന്ന സന്ദേശം അതാണ്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പക്ഷേ അവിടുത്തെ വക്ഷസ്സിലിരുന്ന് ഏകജാതൻ നമുക്ക് അവിടുത്തെ വെളിപ്പെടുത്തി തന്നിരിക്കും. അതുകൊണ്ടാണ് ഈശോ വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രമാണ് ദൈവത്തെ നമുക്ക് മനസ്സിലാവുന്നത്, അറിയുവാൻ സാധിക്കുന്നത്. ദൈവം സ്വയം വെളിപ്പെടുത്തിയാൽ മാത്രമേ ആ നിഗൂഢ രഹസ്യം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. നമുക്ക് ലഭിക്കുന്ന ഈ ദൈവിക രഹസ്യം യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ, മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഈ ദൈവിക രഹസ്യത്തിലൂടെയാണ് നാം ദൈവത്തിലേക്ക് ഉറ്റുനോക്കുന്നത്. അതാണ് ഈ വാക്കുകളിൽ പൗലോസ്ലീഹ നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. ദൈവം പിതാവാണ്, പുത്രനാണ്, പരിശുദ്ധാത്മാവാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവം നമുക്ക് സംലഭ്യനാകുന്നത് ഈ ത്രിത്വിക രഹസ്യത്തിലൂടെയാണ്. ഇതാണ് ദൈവത്തെ പറ്റിയുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സത്ത. ദൈവം ആരാകുന്നു? ദൈവം സൃഷ്ടാവാകുന്നു, ദൈവം രക്ഷകനാകുന്നു, ദൈവം സ്നേഹമാകുന്നു. എല്ലാ നിർവചനങ്ങളും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദിവ്യരഹസ്യത്തിൽ നിന്ന്, അതിൻ്റെ കാഴ്ചപ്പാടുകൾ, അതിൻ്റെ വിവരണങ്ങൾ മാത്രമാണ്. ഇതുതന്നെയാണ് സഭയുടെ ആദ്യകാലം മുതൽ സഭയുടെ വിശ്വാസ പ്രമാണം രൂപീകരിച്ചു പോരുന്ന വളർച്ചയിൽ സഭയിൽ ഉടലെടുത്തിട്ടുള്ള എല്ലാ പാഷണ്ഡതകളെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വരുന്ന വീഴ്ചകളെല്ലാം പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിക്കുന്ന വീഴ്ചകളായിരുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി നൽകുന്ന, യേശു മരണത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനായി നമുക്ക് നിരന്തരം വെളിപ്പെടുത്തുന്ന ഈ ദിവ്യരഹസ്യത്തെ മനസ്സിലാക്കുന്നതിലുള്ള
പരാജയപ്പെടലോ എതിർവാദങ്ങളെയൊക്കെയാണ് പാഷണ്ഡതകളായിട്ട് സഭ എക്കാലവും മാറ്റി നിർത്തിയിട്ടുള്ളത്. നാം ദൈവത്തെ പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവുമായും സ്വീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. പൗലോസ്ലീഹ പറയുന്ന ഈ ദിവ്യരഹസ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, അതാണ് ഈ പരമപരിശുദ്ധ ത്രിത്വത്തിൽ നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കാവുന്ന രണ്ടാമത്തെ ആളാവുന്ന ദൈവപുത്രൻ. കാരണം അവിടുത്തെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടുന്ന് മാംസം ധരിച്ചതുകൊണ്ടാണ്. യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, കരങ്ങൾ കൊണ്ട് സ്പർശിച്ചു, ചെവി കൊണ്ട് കേട്ട്, അങ്ങനെ ശരീരം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ അവതരിച്ച കർത്താവ്, മനുഷ്യ ശരീരം സ്വീകരിച്ച ഈ പുത്രൻ്റെ കൃപയാണ് നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൽ ഒഴുകിയെത്തുന്ന ആദ്യത്തെ അനുഗ്രഹം. കൃപ എന്നത് ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ വാക്കാണ്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുമാണത്. ദൈവം കൃപ തോന്നി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ വഴിയായിട്ട് നമുക്ക് യേശു ക്രിസ്തു നമുക്ക് നൽകിയ അനുഗ്രഹം നമ്മെ തന്നോട് ചേർത്ത് തൻ്റെ ശരീരമാക്കി തീർത്ത് തൻ്റെ സഹോദരങ്ങളാക്കി മാറ്റിയിരിക്കുന്നുവെന്നതാണ്. നാം നഷ്ടപ്പെട്ടവരായിരുന്നപ്പോൾ ഏകജാതനെ നൽകി ദൈവം നമ്മെ വീണ്ടെടുക്കുക മാത്രമല്ല ചെയ്തത്. എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിച്ച് ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികളാക്കി നമ്മളെ ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളാക്കി മാറ്റി. അതുകൊണ്ട് ഈശോയുടെ സ്വർഗ്ഗാരോഹണ തിരുനാളിൽ നാം ധ്യാനിക്കുന്ന മഹാരഹസ്യം ഈശോ സ്വർഗത്തിലേക്ക് പോയെന്നുള്ളത് വിട്ടിട്ട് പോയെന്നല്ല. ഈശോ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നപ്പോൾ ഒറ്റക്കല്ല ചെന്നത്, ഭൂമിയിൽ നിന്ന് തൻ്റെ സഹോദരങ്ങളെയും കൂട്ടിക്കൊണ്ടാണ് ചെന്നത്. നമ്മൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടാണ് ചെന്നത്. അതിനെ മനസ്സിലാക്കുവാനായിട്ട് പൗലോസ്ലീഹ പറയുന്നു, നമ്മുടെ ശിരസ്സായിട്ടാണ് അവിടുന്ന് പ്രവേശിച്ചിരിക്കുന്നത്, കബന്ധമായിട്ടല്ല, ശരീരത്തിൽ നിന്ന് വെട്ടിമുറിക്കപ്പെട്ട ഒരു ശരീരമായിട്ടല്ല മുകളിൽ ചെന്നത്. ശിരസ് മുകളിൽ ചെന്നപ്പോൾ ശിരസിനോടൊപ്പം ശരീരത്തെയും കൂട്ടിക്കൊണ്ടുവന്നു. നമ്മുടെ മറ്റൊരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു എന്താ പറയുന്നത്, വൾഗർ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മക്കളെ എവിടെയെങ്കിലും പോയിട്ട് അവസാനം കല്യാണം കഴിച്ചിട്ട് പെണ്ണിനെയും കൂട്ടി വീട്ടിൽ കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇതാരാന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറുന്നത് പോലെ ദൈവത്തിൻ്റെ പുത്രൻ നമ്മുടെ ഇടയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പിതാവിൻ്റെ അടുത്ത് തിരികെ ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഒറ്റക്കല്ല വന്നത്, എൻ്റെ ശരീരത്തെയും കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്, എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിൽ നമുക്കുള്ള സന്തോഷം. അവിടെ നമ്മെ ഇട്ടിട്ട് പോയില്ല, നേരെ മറിച്ച് ഈ ശരീരം, ഈ ശിരസ്, ഈ ശരീരം അവിടെ എത്തിച്ചേരുമെന്നുള്ള പ്രത്യാശ നൽകിക്കൊണ്ട് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പക്കൽ തിരികെ ചെന്നു. ഇതിനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിലുള്ള സാഹോദര്യം. നാം ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ ദൈവത്തിരുമുമ്പിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് പിതാവ് തൻ്റെ പുത്രനെ കാണുമ്പോൾ പുത്രനിലൂടെ നമ്മളെല്ലാവരെയും പുത്രീപുത്രന്മാരായി ലഭിക്കുന്ന ആ ദൈവികമായ ദത്തെടുപ്പിൻ്റെ സന്തോഷമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയെ ആശംസിക്കുമ്പോൾ ഉള്ളത്. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, ക്രിസ്തുവിൻ്റെ സഹോദരനും സഹോദരിയുമാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് ക്രിസ്തുവിനെ നമുക്ക് നൽകിയത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം പിതാവ് നമ്മെ സ്നേഹിച്ചു. ദൈവം തൻ്റെ ഏകജാതനെ ബലിയർപ്പിച്ചുകൊണ്ട് നമ്മളോടുള്ള സ്നേഹം പ്രകടമാക്കി. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. പക്ഷെ ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് ആദ്യം നമ്മെ സ്നേഹിച്ചിരിക്കുന്നുവെന്നും അതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത്. നമ്മൾ വാക്ക് കൊടുത്തിട്ട് എത്ര തവണയാണ് നമ്മൾ പിന്മാറാറുള്ളത്, നമ്മൾ വീഴാറുള്ളത്? നമ്മളെ വിശ്വസിക്കാൻ മാത്രം മണ്ടനൊന്നുമല്ല ദൈവം. പക്ഷേ പിതാവിനെ നമുക്ക് വിശ്വസിക്കാം. ദൈവം തൻ്റെ സ്നേഹം അങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. തന്നെ നമ്മുടെ ഇടയിൽ ഏകജാതനെ അയച്ചുകൊണ്ട് അവിടത്തോടൊപ്പം നമ്മോടൊപ്പം അവിടുന്ന് വസിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന ഈശോയുടെ വാഗ്ദാനം
യേശു മാത്രമല്ല നമ്മുടെ ഒപ്പമുള്ളത്. തൻ്റെ ഏകജാതനിലൂടെ പിതാവായ ദൈവം നമുക്ക് സന്നിഹിതനാണ്. ഈശോയുടെ രൂപം നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കാര്യം, മനുഷ്യ ശരീരം സ്വീകരിച്ചതുകൊണ്ട് കർത്താവിനെ മനുഷ്യരൂപത്തിൽ അവതരിപ്പിക്കുക എളുപ്പമാണ്. അവിടത്തേക്ക് നമ്മുടെ ശരീരമാണ്. ചിത്രങ്ങളിലൂടെയും രൂപങ്ങളിലൂടെയും ഒക്കെ, അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് പോലും വരച്ച ചിത്രങ്ങളൊക്കെ, 2-ാം നൂറ്റാണ്ട് മുതൽ ഈശോയുടെ ചിത്രങ്ങളൊക്കെ വരച്ചതൊക്കെ, അതിൻ്റെ കുറിപ്പുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെ ഇരുന്നു അവിടുത്തെ കണ്ണുകൾ പ്രകാരമായിരുന്നു, ശരീരപ്രകാരം എന്നൊക്കെയായിട്ടുള്ള കുറിപ്പുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. പക്ഷേ പിതാവായ ദൈവം, യേശുവിനോടൊപ്പമുള്ള ദൈവം, അവിടുത്തെ സ്നേഹം കൊണ്ട് മാത്രം നമ്മൾ അനുഭവിക്കുന്ന ഈ പിതാവ്, ആ പിതാവിനെ നമ്മൾ യേശു ക്രിസ്തുവിൽ കാണണം. അതല്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് കൂടിയായിരുന്നിട്ടും ഫിലിപ്പോസ്, നീ ഇതുവരെയും പിതാവിനെ കണ്ടിട്ടില്ലയോ എന്നുള്ള ഈ ചോദ്യം നമ്മളോടുള്ള ചോദ്യവുമാണ്. യേശു ക്രിസ്തുവിനെ സ്പർശിക്കുന്നവരെല്ലാം യേശുവിനെ നമുക്ക് നൽകിയ പിതാവിനെയും സ്പർശിക്കുന്നുണ്ട്. നമ്മോടുകൂടി ഉണ്ടായിരിക്കുമെന്ന യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് നമ്മളോടൊപ്പം വസിക്കുന്നത്. ആ സ്നേഹം, നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി ഏകജാതനെ ബലികഴിക്കുവാൻ കൽപ്പിച്ച ക്ഷമ, അതാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. സ്നേഹിക്കുന്നവർക്ക് അത്യന്താപേക്ഷിതമായിട്ട് പുതിയ നിയമം പഠിപ്പിക്കുന്നത് സ്നേഹിക്കുന്നവർ ക്ഷമിക്കുന്നു എന്നതാണ്. പിതാവ് നമ്മെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് പിതാവ് ക്ഷമിച്ചിരിക്കുന്നു. അതിനുവേണ്ടി പരിഹാരമായിട്ട് തൻ്റെ ഏകജാതൻ്റെ ബലിയർപ്പണം. എവിടെയാണ് നമ്മുടെ സ്നേഹത്തിന് കുറവ് പറ്റിയത്? നമ്മുടെ അനുസരണക്കേടിലാണ്. അതുകൊണ്ട് പരിഹാരം എന്ത് ചെയ്തു? ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടിരുന്ന ഏകജാതനെ അയച്ച് അവിടുന്ന് നമ്മുടെ മനുഷ്യ ശരീരവും സ്വഭാവവും സ്വീകരിച്ച് നമുക്ക് വേണ്ടി പിതാവിനോട് അനുസരണം പൂർത്തീകരിച്ച് അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യും. ഈ സ്നേഹമാണ് ദൈവം നമുക്ക് അവൈലബിൾ. ദൈവത്തെ സ്നേഹിക്കുന്നവർ, പരിശുദ്ധ റീത്തത്തിലേക്ക് പ്രവേശിക്കുന്നവർ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ ഏകജാതനിലൂടെ അവിടുന്ന് പ്രകടമാക്കുന്ന അനന്തമായ ക്ഷമയും സ്നേഹവും സ്വീകരിച്ചുകൊണ്ടാണ്. അതുപോലെ നമുക്ക് ദൈവം സംലഭ്യനായിരിക്കുന്നത് പരിശുദ്ധാത്മാവായിട്ടാണ്. നമ്മുടെ ചിത്രങ്ങളിൽ കാണുന്ന പിതാവായ ദൈവത്തിന് നീണ്ട വെളുത്ത ഒരു താടിയും, നമ്മുടെ പാത്രീയസ്മാരെ പോലെ ഉള്ള ഒരു താടിയൊക്കെ കാണുന്ന ഒരു രൂപം എന്നത് സൗകര്യാർത്ഥം നമ്മൾ വരച്ചെന്നേ ഉള്ളൂ. താടിക്കാരനൊന്നുമല്ല നമ്മുടെ സ്വർഗസ്ഥനായ ദൈവം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഒരു പ്രാവല്ല. ദൈവത്തിൻ്റെ ചൈതന്യത്തെ സൂചിപ്പിക്കുന്ന, ചലിപ്പിക്കുന്ന ചൈതന്യത്തെ സൂചിപ്പിക്കുന്ന ആരംഭ സാന്നിധ്യത്തിൽ തന്നെ പറയുന്നത് അത് ചലിച്ചുകൊണ്ടിരുന്നു. ആ ചലനത്തെ സൂചിപ്പിക്കുവാനായിട്ടാണ് പുതിയ നിയമവും പ്രാവിനെ സൂചിപ്പിക്കുന്നത്. അത് പറന്നിറങ്ങുന്ന ചൈതന്യമാണ്, ചലനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം എന്നതാണ് പൗലോസ്ലീഹ പറയുന്നത്. സംസർഗം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ, സ്നേഹം, ഐക്യപ്പെടൽ. എന്താണ് പരിശുദ്ധാത്മാവ് നമുക്ക് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ട് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിരന്തരം സഭയെ കഴുകി വിശുദ്ധീകരിച്ച് കുഞ്ഞാടിൻ്റെ നിർമ്മല വധുവാക്കി തീർക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് ഉദ്ധിതനായ കർത്താവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും ശക്തിയായിട്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും സന്നിഹിതനാവുന്നത്, എല്ലാ കൂദാശകളിലും സന്നിഹിതനാവുന്നത്. പവിത്രീകരിക്കുന്ന കൂദാശ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിക്കുന്നു, നമ്മുടെ സ്നേഹിതനാണ്. വിശ്വാസികളുടെ സ്നേഹിതനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നാം ദൈവത്തെ ഒരു കുടുംബത്തിലെ പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവുമായി അനുഭവിക്കുമ്പോൾ പിതാവ് നമ്മെ അനന്തമായ സ്നേഹത്തോടും ക്ഷമയോടും സ്വീകരിക്കുന്നു. പുത്രൻ നമ്മെ സഹോദരി സഹോദരന്മാരായി കാണുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹത്തിൻ്റെ സ്നേഹിതരാക്കി, കർത്താവിൻ്റെ സ്നേഹിതരാക്കി മാറ്റുന്നു. പരിശുദ്ധ ത്രിത്വം എന്നുള്ള മഹാരഹസ്യത്തെ നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത ദൈവിക സാന്നിധ്യമായിട്ട്, കുടുംബമായിട്ട് നുണയുവാൻ, അനുഭവിക്കുവാനായിട്ടുള്ള ഈ ദിവ്യ മഹാരഹസ്യത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
നാം ആരായിരിക്കുന്നുവെന്നത് നിർവചിക്കപ്പെടുന്നത് നാം എപ്രകാരം ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നുവെന്നതിലൂടെയാണ്. നാം ദൈവത്തെ പിതാവായിട്ട് അനുഭവിക്കുന്നു, പുത്രനായിട്ട് അനുഭവിക്കുന്നു, പരിശുദ്ധാത്മാവായിട്ട് അനുഭവിക്കുന്നു. ദൈവം സ്നേഹമാണ്, അവിടുന്ന് ക്ഷമയാണ്, അത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം കരുണയാണ്, നമ്മെ തൻ്റെ സഹോദരങ്ങളായി സ്വീകരിച്ചിരിക്കുന്നു, അത് പുത്രനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം അനന്തമായ സംസർഗമാണ്, കൂട്ടായ്മയാണ്. പരിശുദ്ധാത്മാവിനെ നിരന്തരം യേശുക്രിസ്തുവിനോടും പിതാവിനോടും ചേർത്തുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടായ്മയിൽ ഞാൻ ദൈവമായിട്ട് ഐക്യപ്പെടുന്നു, ദൈവഭവനത്തിലെ അംഗമായിത്തീരുന്നു. സഭ അതിൻ്റെ പൂർണ്ണതയിൽ, ചരിത്രത്തിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ ഈ ദിവ്യമഹാരഹസ്യത്തിലേക്കാണ് ഒഴുകിച്ചെല്ലുന്നത്. അതുകൊണ്ട് വിശുദ്ധ അപ്പോസ്തലൻ നമുക്ക് നൽകുന്ന ഈ വാഗ്ദാനത്തെ ഈ തിരുനാളിനെ മുൻനിർത്തി, പ്രത്യേകിച്ചും ഇവിടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായിട്ട് അണയുമ്പോൾ ഈ ദിവ്യമഹാരഹസ്യത്തിൻ്റെ മുൻപിലായിരിക്കുവാൻ ആ കൃപയിലാണ് നമ്മൾ. ഈ കൃപയിൽ രക്ഷിക്കപ്പെട്ടവരാണ്. നിസ്സാരമായ താൽക്കാലികമായ ഒരു ലാഭവും ഒരു നേട്ടവുമല്ല ദൈവം നമുക്ക് കരഗതമാക്കുന്നത്. നിത്യമായ നിലനിൽക്കുന്ന പരമമായ സത്യമാണ്. ഈ ദിവ്യരഹസ്യത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉടലെടുത്തത്. ഈ ദിവ്യരഹസ്യത്തിൽ നിന്നാണ് എല്ലാം സംജാതമാക്കിയിട്ടുള്ളത്. എല്ലാം ദൈവത്തിലേക്ക് നവീകരിക്കപ്പെടുന്നത് വരെ നാം നിരന്തരം ഈ ദിവ്യരഹസ്യത്തിന് ചുറ്റുമാണ് നമ്മൾ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും എത്രയോ മഹാ അത്ഭുതത്തിലേക്കാണ് ഈ പ്രപഞ്ചം നമ്മെ മാടി വിളിക്കുന്നത്. ജീവൻ്റെ അത്ഭുതത്തെപ്പറ്റി, ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ രഹസ്യത്തെപ്പറ്റി, ഏറ്റവും ചെറിയ ജീവിയിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെപ്പറ്റി. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒക്കെ കേന്ദ്രമാവുന്ന സൂര്യനെ എന്നും കാണുന്ന നമ്മൾ ഒരിക്കൽ സൂര്യനെ തൊടുന്നത് പോലെയുള്ള ഒരു അനുഭവത്തിലേക്ക് വരും. ഈ പരമപരിശുദ്ധത്വത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അതിന് ആരാധന, അതിന് സമർപ്പണം, അതിൽ പങ്കാളിത്തം. ഇതാണ് ഈ വലിയ അനുഗ്രഹം. സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ ഈ ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ്. അതിന് മുമ്പിൽ നമ്മൾ ലഭിക്കുന്ന ഈ മനുഷ്യരും ബലഹീനരും പാപികളുമൊക്കെ ആവുന്ന നമുക്ക് ലഭിച്ചിട്ടിരിക്കുന്ന ഓഹരി എത്ര വലുതാണ്. എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. അവിടുത്തെ അനുഗ്രഹങ്ങൾ ഒന്നും മറന്നു പോകരുത്. നന്ദിയുടെ ഒരു വാക്ക് സ്നേഹമുള്ള സഞ്ജയച്ചൻ, പ്രശാന്തച്ചൻ, ആലപ്പുഴ രൂപതയുടെ ഇടയനായ അഭിവന്യ ജെയിംസ് ആനപറമ്പിൽ പിതാവ് ഇവിടെ എത്തി നമ്മോടുകൂടെ ആയിരിക്കുന്നു എന്നത് തന്നെ വലിയ സന്തോഷവും നമുക്ക് പകരുന്നുണ്ട്. കർത്താവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗത്തെയും കുറിച്ച് പിതാവ് പറഞ്ഞു. ഒരു ഗോഡ് ടോക്ക്, ദൈവ സംഭാഷണം പിതാവ് നടത്തി. അവസാനം പിതാവ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ബലഹീനതകളുള്ള, കുറവുകളുള്ള നമുക്ക് വലിയ ഒരു ഭാഗ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ പരിചയപ്പെട്ടിട്ടുള്ള സംസാരങ്ങളെല്ലാം നമ്മുടെ സാധാരണ വീട്ടിലെ പ്രശ്നങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, അതിനോടൊപ്പം ഈ ദൈവ സംഭാഷണവും ചേർത്ത് വയ്ക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ ശോഭയുള്ളതാകുന്നത്. രക്ഷയുടെ തീരങ്ങളിലേക്ക് നമ്മുടെ ജീവിത തോണിയെ അടുപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്. സ്നേഹമുള്ള അഭിമന്യ ജെയിംസ് പിതാവ് ഇന്നിവിടെ വരുന്നതിൽ വലിയ സന്തോഷമുള്ള ഒരാളാണ്. കാരണം ഈ ഹോം മിഷൻ എന്ന നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ തീരങ്ങളിലൂടെ നടന്ന ഓരോ വീട്ടിലും കയറി ഇറങ്ങി അവരെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ സത്യത്തിൽ ആ അലച്ചിലും വിയർപ്പ് തുള്ളികളിലും അഭിവന്യ പിതാവിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങളെല്ലാവരുടെയും ഒരു നല്ല വിശ്വാസത്തോടെയുള്ള ഒരു കരുതലും ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്.
അച്ഛന്മാർക്കും പിതാവിനും എത്താൻ പറ്റാത്ത ഇടങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ എത്തുന്നു എന്നത് തന്നെ വലിയൊരു ശുശ്രൂഷയാണ്. നമ്മളെല്ലാം ഈ കണ്ണികളുടെ ഈ ഒരു വലിയ ശുശ്രൂഷ ചങ്ങലയുടെ കണ്ണികളാണ്, ഭാഗങ്ങളാണ്. അഭിവന്ദ്യ പിതാവെ, വലിയ തിരക്കുകൾക്കിടയിലും സന്തോഷത്തോടെ ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന അഭിവന്ദ്യ പിതാവിൻ്റെ വലിയ മനസ്സിന്, ഞങ്ങളെ പഠിപ്പിച്ചതിന്, സ്നേഹിച്ചതിന്, പ്രാർത്ഥിച്ചതിന്, സാന്നിധ്യം കൊണ്ട് ഇവിടെ ആയിരിക്കുന്ന വലിയ ആ ഒരു നല്ല മനസ്സിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അഭിവന്ദ്യ പിതാവിന് ഏറെ സ്നേഹത്തോടെ നേരാം. പ്രിയ സഹോദരങ്ങളെ, നമ്മളിതാ ആരാധന ആരംഭിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടെ ഗൗരവ മനോഭാവത്തോടുകൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുക. ബഹുമാനപ്പെട്ട ഷാൻജി തുമ്പേച്ചിറയിലച്ഛൻ നമ്മോടൊപ്പമുണ്ട്. ഈ ആരാധന നയിക്കുവാനായിട്ട് അച്ഛൻ്റെ വാക്കുകൾ, അച്ഛൻ്റെ ഗാനങ്ങൾ നമുക്ക് ശ്രവിക്കാം. അച്ഛനോടൊപ്പം ദൈവപിതാവിനെയും ദൈവപുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് ആരാധിക്കാം. വളരെ